ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു, കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം നമ്മളിതാ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി ലോങ് വീഡിയോ അല്ല, ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ. അപ്പം നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. നമ്മളിതിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മളിത് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്നതല്ലാതെ ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിത് വീട്ടിൽ ട്രൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടു നോക്കിയിട്ട് അറിയിക്കണം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാൻ എടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഹീറ്റായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ശകല എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ബാക്കി നമ്മൾ ബട്ടറാണ് ഇടുന്നത്. അപ്പോൾ ഈ ബട്ടറും ഇട്ട് അത് മെൽറ്റ് ആവാൻ ഇനി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് അത്യാവശ്യം നമ്മളൊന്ന് ഇളക്കി കിടക്കുന്നുണ്ട്, കാരണം അത് നന്നായി മെൽറ്റായി വരുമ്പോഴത്തേക്കാണ് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ സവാള ഇടുന്നത്. അപ്പോൾ ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞ് സവാളയായിരുന്നു, അത് അരിഞ്ഞ് ഞാൻ 3 സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ആ ബട്ടറിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് നന്നായിട്ട്. അതിനുശേഷം നമ്മൾ വറ്റൽമുളക് ഇടുന്നുണ്ട് കേട്ടോ. 6 മുളകാണ് ഇട്ടത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായിരുന്നു, അതുകൊണ്ട് തന്നെ 6 മുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എരിവൊക്കെ ഒത്തിരി വേണ്ടാത്തവർക്കായിട്ടാണെങ്കിൽ അവർക്കൊരു 3 മുളക് 4 മുളകൊക്കെ ഇട്ടാൽ മതി. ഞങ്ങൾക്കിവിടെ എരിവ് വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ 6 മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. തക്കാളി ഞാൻ 3 തക്കാളിയാണ് ഇട്ടത്, കുഞ്ഞു തക്കാളിയായിരുന്നു. അപ്പോൾ ആ കുഞ്ഞു തക്കാളി 3 എണ്ണം ഇട്ടിട്ടുണ്ട്. നമുക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലെ എണ്ണം വെച്ചിട്ട് നിങ്ങൾ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു നട്ട്സ് നമുക്ക് മെയിനാണ് കേട്ടോ. നട്ട്സിൻ്റെ ആ ഒരു പേസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നട്ട്സും ഇട്ടത് ഇതൊക്കെ ഒന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുമൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്: തക്കാളി, സവാള, മുളക്. പിന്നെ ഈ നട്ട്സ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണേൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം ഇനി അത് വാടി വന്നപ്പോൾ നമ്മളത് മിക്സിയിൽ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ ജാറിലോട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ നല്ലതായിട്ടൊന്ന് അടിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എവിടെയെങ്കിലും നമുക്ക് ഇത് അരയാതൊക്കെ കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതിനുശേഷം നമ്മുടെ പനീറും എടുത്ത് പുറത്തേക്ക് വെച്ച് കേട്ടോ. ഇനി നമ്മൾ സവാള വഴറ്റിയ പാലിലോട്ട് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ചേർക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും ഒന്ന് ഇളക്കി നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ആ മുളകൊന്ന് ആ എണ്ണയ്ക്കകത്ത് ജസ്റ്റ് ഒരു ശകലം മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ അരച്ച് വെച്ച നമ്മുടെ ആ ഒരു മിക്സ് എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ആ മുളക് പൊടിയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു മിക്സിയിലെ ജാറ് കഴുകി ആ വെള്ളവും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. കാരണം അല്ലാതെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, ആ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു പൗഡറാണ് ഗരം മസാല. അപ്പോൾ ഗരം മസാല നന്നായിട്ട് ഇടുന്നുണ്ട്. അതും ഒരു സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഈ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് നമുക്ക് പനീറിന് കൊണ്ടുവരുന്നത് ഈ ഒരു കസൂരി മേത്തി ചേർത്തിട്ടാണ്. അപ്പോൾ ഞാൻ അതും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ അളവ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അറിയത്തില്ല, ഞാൻ കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതും കുഴപ്പമില്ല, എന്നത് കറക്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു കസൂരി മേത്തിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് പനീറിന് കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫ്രഷ് ക്രീം. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്ക് നമുക്ക് ഈ പാൽപ്പൊടി ചേർക്കാം കേട്ടോ, പാൽപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഈ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രഷ് ക്രീമും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മല്ലിയില നമുക്ക് വേണേൽ ചേർക്കാം, ചിലർക്കൊന്നും ഈ മല്ലിയിലയുടെ ഫ്ലേവറൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ, വേണമെങ്കിൽ ചേർക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് മല്ലിയില ചേർക്കുന്നത്. ഇനി നമ്മുടെ പനീർ, മെയിൻ ഐറ്റമായി നമ്മുടെ പനീറിനെ നമ്മൾ കൊണ്ടുവരികയാണ്. പനീർ ഇവിടെ നമ്മൾ കുറച്ചായിട്ട് ഇടുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ചാണ് ഇടുന്നത്, കാരണം ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇളക്കുമ്പോൾ. അപ്പോൾ ഞാനത് പനീർ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനീറും ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് പരിപാടിയായ കുറച്ച് ബട്ടർ, ആ ബട്ടറും അതിൻ്റെ മുകളിലിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഇച്ചിരി തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഫ്രഷ് ക്രീം ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്കൊരു ചെറു മധുരത്തിന് വേണ്ടി. പക്ഷേ പാൽപ്പൊടി ചേർക്കുന്നവർക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിനകത്ത് ഓൾറെഡി മധുരം ഉണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇവിടെ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ ഏകദേശം റെഡിയാക്കി വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെയാണ് ഈ ഒരു നല്ല പനീർ എനിക്ക് തോന്നുന്നു ചൂടോടെ കഴിക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പം ഞാൻ ആ ഒരു ചൂടോടെ തന്നെയാണ് കേട്ടോ ആ പനീറും കഴിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പനീറിന്. അപ്പോൾ നമ്മുടെ
പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കണ്ടിരുന്നല്ലോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. കൂടുതലും നമ്മൾ ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ച ഈ വീഡിയോ ചെയ്തതും, അതായത് വീഡിയോയേക്കാൾ ഉപരി ഞാൻ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരി ടെൻഷൻ അടിച്ചാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോപ്പായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരോളം നമ്മളെ കളിയാക്കാൻ വേറെ ആരുമില്ലല്ലോ. നമ്മുടെ അച്ഛനും അമ്മയും തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ കളിയാക്കും. അതുകൊണ്ട് തന്നെ ഞാനത് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഞാനത് ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ അച്ഛനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇട്ടാക്കിയപ്പം ഞാൻ അതിനകത്ത് വീഡിയോക്കകത്ത് കാണിച്ചിരുന്നു 6 PM-ഓളമാണ് ഞാൻ ഇട്ടിരുന്നത്. പക്ഷെ 6 എണ്ണത്തിൻ്റെ ആവശ്യമില്ല. ഞാനത് 6 എണ്ണമൊക്കെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ചപ്പോഴാണ് അമ്മ പറയുന്നത് അത് എരിവുള്ള മുളകായിരുന്നു, നീ അത് അത്ര ഇടണ്ടായിരുന്നു. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും, 6 എണ്ണം. പക്ഷെ അത് ഇവിടെ ഞങ്ങൾക്ക് എരിവ് ഓക്കെയാണ്. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും കറികൾക്കൊക്കെ ഒത്തിരി എരിവ് വേണ്ടതുകൊണ്ട് ഞങ്ങൾക്കത് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ അത്രയും 6 എണ്ണം ഒന്നും ഇടണ്ട. നിങ്ങളുടെ എരിവിനനുസരിച്ച് 2, 3, 4 എണ്ണമൊക്കെ വെച്ചിട്ടാൽ മതി. എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവ് ആ ഒരു അളവൊക്കെ നിങ്ങൾക്കറിയാലോ. ഞാനതുകൊണ്ട് ഒരിക്കലും ഞാൻ പറയില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു പനീർ ബട്ടർ മസാല അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്കൊന്ന് വീഡിയോയ്ക്ക് ഒത്തിരി വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കുറവാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്കൊന്ന് ഒത്തിരി പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഇരുന്ന് വീഡിയോസ് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പനീർ ബട്ടർ മസാല ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ട്രൈ ചെയ്തത്. കാരണം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഞാനത് വേറൊരു ചാനൽ നോക്കി ഉണ്ടാക്കിയതാണ്. അത് നമ്മുടെ വേറൊന്നുമല്ല, നമ്മുടെ ആക്ട്രസ് ഗായത്രി അരുൺ, നമ്മുടെ പഴയ സീരിയൽ പരസ്പരം സീരിയലിലെ ഗായത്രി അരുണിനെ അറിയാത്തവരായിട്ട് ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ. നമ്മുടെ ദീപ്തി IPS ചേച്ചിയുടെ ചാനലായ ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ എന്ന് പറഞ്ഞിട്ട് ചാനലിൽ നിന്ന് നോക്കി ചെയ്ത വീഡിയോ ആണ്. ചേച്ചി അതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ്, പക്ഷേ ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, ബട്ട് ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.